ഡേറ്റയുടെ സംഘടന. ഡേറ്റ എന്നാൽ എന്താണ്? വിവരം നൽകുന്നതിനായി കളക്ട് ചെയ്തിട്ടുള്ള സംഖ്യകളുടെ സെറ്റ് ആകുന്നു ഡേറ്റ. ഡേറ്റ സംഘടിപ്പിക്കാൻ ആവശ്യമെന്താണ്? നാം തിരയൽ ചെയ്യുന്ന ഉത്തരം ഒരു പ്രവർത്തനക്ഷമമാക്കുകയിൽ കണ്ടുപിടിക്കാൻ ഇത് സഹായം ചെയ്യുന്നു. ഡേറ്റ സംഘടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഡേറ്റ എങ്ങനെ സംഘടിപ്പിക്കാൻ എന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യത്തെ വഴി നമുക്ക് ഒരു ഉദാഹരണം ചെയ്ത് മനസ്സിലാക്കാം. നാളെയാണ് മേരിയുടെ ജന്മദിനം. അവളുടെ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മുട്ടായി വിതരണം ചെയ്യണം. ഏതെല്ലാം വിധത്തിലുള്ള മുട്ടായി, എത്ര എണ്ണം വാങ്ങിക്കണം എന്നുള്ളത് അവൾക്ക് കണ്ടുപിടിക്കണം. 4 തരത്തിൽ മുട്ടായിൽ നിന്നും ഒരു എണ്ണം തിരഞ്ഞെടുക്കാൻ അവൾ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഏതിനാണ് മുൻഗണന എന്ന് അറിയാൻ വേണ്ടി മേരി താഴെ കാണുന്ന തരത്തിൽ ഉള്ള പട്ടിക തയ്യാറാക്കി. അവർക്ക് ആവശ്യമുള്ളതിന്റെ നേരെ ടിക്ക് ചെയ്യാൻ അവൾ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ ജെയിംസിന് ഒരു ടിക്ക് മാർക്ക്, അതായത് ഒരു കൂട്ടുകാർക്ക് ജെയിംസ് വേണമെന്ന്. പിന്നെ മഞ്ചിന് 3 ടിക്ക് മാർക്ക്, 5 സ്റ്റാറിന് 5 ടിക്ക് മാർക്ക്, പിന്നെ പേർക്കിന് 2 ടിക്ക് മാർക്ക്. അതിനുശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള മുട്ടായി എണ്ണി നോക്കി. അതായത് മേരി 1 ജെയിംസ്, 3 മഞ്ച്, 5 5 സ്റ്റാർ, പിന്നെ 2 പേർക്കും വാങ്ങിക്കണം. ഡേറ്റ സംഘടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇത്. നമുക്ക് രണ്ടാമത്തെ മാർഗം നോക്കാം. രണ്ടാമത്തെ വഴി. ഉദാഹരണം: ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം അറിയാനാതിനുള്ള ഡേറ്റ ശേഖരിക്കാൻ തോമസിനോട് അധ്യാപിക ആവശ്യപ്പെട്ടു. മൊത്തത്തിൽ ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. അവൻ താഴെ കാണുന്ന രീതിയിലാണ് അവരുടെ ഉയരം എഴുതിയത്. അധ്യാപിക തോമസിനോട് വിദ്യാർത്ഥികളുടെ പരമാവധി ഉയരവും എറവും കുറഞ്ഞ ഉയരവും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ തോമസ് ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കി. 3 ഫീറ്റ്, 3.5 ഫീറ്റ്, 4 ഫീറ്റ്, 5 ഫീറ്റ്, പിന്നെ 5.5 ഫീറ്റ്. 3ന്റെ അവിടെ, 3 ഫീറ്റിന്റെ അവിടെ 3 ടാലി മാർക്ക്, അതായത് 3 കുട്ടികൾക്ക് 3 ഫീറ്റ് ഉയരമുണ്ട്. പിന്നെ 3.5 ഫീറ്റിന്റെ അവിടെ 2 ടാലി മാർക്ക്. അപ്പോ 4 ഫീറ്റ് ഉയരമുള്ള വിദ്യാർത്ഥികൾ എത്തുമ്പോൾ 5 വിദ്യാർത്ഥിയുണ്ട്. അത് കാണിക്കാൻ ഇങ്ങനെ ടാലി മാർക്ക് ഇടും. ഇത് കണക്ക് കൂട്ടൽ എളുപ്പമാക്കും. പിന്നെ 5 ഫീറ്റിന്റെ അവിടെ 5 ടാലി മാർക്ക്, പിന്നെ 4 ടാലി മാർക്ക്. പിന്നെ 5.5 ഫീറ്റിന്റെ അവിടെ 2 ടാലി മാർക്ക്. അപ്പോ ഇതെല്ലാം കൂട്ടുമ്പോൾ 3 ഫീറ്റിന്റെ അവിടെ 3 ഫീറ്റിന് 3 കുട്ടികളുണ്ട്. 3.5 ഫീറ്റ് ഹൈറ്റ് 2 കുട്ടികളുണ്ട്. 4 ഫീറ്റ് ഹൈറ്റ് 5 കുട്ടികളുണ്ട്. പിന്നെ 5 ഫീറ്റ് ഹൈറ്റ് 9 കുട്ടികളുണ്ട്. പിന്നെ 5.5 ഫീറ്റ് ഹൈറ്റ് 2 കുട്ടികളുണ്ട്. അപ്പൊ ഉത്തരം: വിദ്യാർത്ഥികളുടെ പരമാവധി ഉയരം 5 ഫീറ്റ് ആണ്. വിദ്യാർത്ഥികളുടെ എറവ് കുറഞ്ഞ ഉയരം 3.5 ഫീറ്റ് ആണ്.